നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കുന്നത് ഗോചര ഫലപ്രകാരം ഇപ്പോൾ നിലവിൽ തൊഴിലിൽ ഉയർച്ച, അതുപോലെ തന്നെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം, അങ്ങനെയുള്ള തൊഴിൽ ഉന്നതി ഒക്കെ ലഭിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ഈ 2026 കഴിയുന്നതിന് മുൻപ് ആർക്കാണ് ആഗ്രഹിച്ച തൊഴിലിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജനനസമയം എന്നിങ്ങ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈരേഖ നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നക്ഷത്രങ്ങളുടെ ഈ ഒരു ഭാഗ്യസമയം നമുക്കിപ്പോൾ നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് മികച്ച ഒരു മാർഗനിർദ്ദേശം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൊഴിലിനായിട്ട് അല്ലെങ്കിൽ തൊഴിൽ മാറ്റത്തിനായിട്ടും തൊഴിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആ ഒരു നക്ഷത്രക്കാരെ പറ്റി നോക്കാം. ഈ ഒരു മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർക്കിടകത്തിലേക്ക് വ്യാഴം മാറിയതിനാലും അതുപോലെ തന്നെ ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള സ്ഥാനങ്ങളാലും തൊഴിൽ, അതുപോലെ തന്നെ പ്രൊമോഷൻ, അതുപോലെ തന്നെ വിദേശ ജോലി സാധ്യത എന്നിവയൊക്കെ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ട് പുണർദം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഒരു സുവർണമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. തൊഴിൽ രംഗത്ത് വളരെ വലിയൊരു ഉയർച്ച, സർക്കാർ അതുപോലെ തന്നെ മികച്ച കമ്പനികളിൽ, അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ തൊഴിലിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി, അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അതുമൂലം വളരെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണിത്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം പകുതി വരെയുള്ള നക്ഷത്രക്കാർക്ക് സൈന്യം, അതുപോലെ പോലീസ്, ബാങ്കിങ്, ഭരണരംഗം എന്നിങ്ങനെ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലികൾക്കൊക്കെയുള്ള ഉത്തരവുകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഇൻ്റർവ്യൂകളിലും അതുപോലെ തന്നെ പരീക്ഷകളിലൊക്കെ വിജയം നൽകുന്ന ഒരു മികച്ച സമയമാണ് ഈ ഒരു നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ നമുക്ക് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഉന്നത വിജയം, അതുപോലെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ പരീക്ഷ എന്നിവയിലൊക്കെ ഒരു വിജയസാധ്യത കാണുന്ന സമയമാണ്. അതുമാത്രമല്ല ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഉയർന്ന വ്യക്തികളുടെയോ ശുപാർശ മൂലം വളരെ പെട്ടെന്ന് വളരെ ഉയർന്ന ജോലികൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അത്തരത്തിൽ ശ്രമിക്കുന്ന ആളുകളൊക്കെ ചില ആളുകളുടെ ശുപാർശ കൊണ്ട് നിങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്ന ജോലി നിങ്ങൾക്ക് വളരെ വേഗം ലഭിക്കുമെന്നാണ് യോഗം കാണുന്നത്. അതുപോലെ ഉത്രം മുക്കാല്, അത്തം, ചിത്തിര പകുതി വരെയുള്ള നക്ഷത്രക്കാർക്ക് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അന്വേഷണത്തിന് പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ വലിയ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ, വളരെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റവും ഒരു സാമ്പത്തിക അഭിവൃദ്ധിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫലം എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇതിൻ്റെ ഒരു സമയം. ഇതിൻ്റെ ഒരു സുവർണമായിട്ടുള്ള കാലഘട്ടം. നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കൃത്യമായ സമയം ഓഗസ്റ്റ് 13 മുതൽ ഒക്ടോബർ 31 വരെയുള്ള സമയമാണ്. ആ സമയത്തിൽ നിങ്ങൾ തൊഴിൽ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോയെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.